ലാലേട്ടനാണ്, ദൃശ്യമാണ് സിനിമ. അതുകൊണ്ട് ദൃശ്യത്തെ തോൽപ്പിക്കാനോ ലാലേട്ടനോ ഡീഗ്രേഡ് ചെയ്ത് തോൽപ്പിക്കാനോ റിവ്യൂസുകാർ എന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല. അത് പറ്റണ കാര്യമല്ല. ഞാൻ കണ്ട ദൃശ്യം 3 ഒരു മോശം സിനിമയല്ല, ഒരു ബിലോ ആവറേജ് സിനിമയും അല്ല. ദൃശ്യം 1ലും 2ലും നമ്മൾ കണ്ട ഞെട്ടിക്കൽ പരിപാടികളോ ട്വിസ്റ്റുകളോ കിളി പറന്ന രംഗങ്ങളോ സ്പൂൺ ഫീഡിങ് പരിപാടികളോ ഒന്നും തന്നെ ഇല്ല. പക്ഷേ ഒരു സംഭവമുണ്ട്. ജോർജ് കുട്ടിയും അവരുടെ കുടുംബവും അവരുടെ കുടുംബത്തിലെ ഇപ്പോഴത്തെ അവസ്ഥയും ഒക്കെ വളരെ ഭംഗിയായിട്ട് നല്ല കൺസിസ്റ്റൻസിയിൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതൊരു ഇമോഷണലി പടമാണ്, ക്ലാസ് ആയിട്ട് അവരെടുത്തു വെച്ചിട്ടുണ്ട്. എല്ലാവരും പറയുന്ന ഈ സിനിമയുടെ അവസാനത്തെ 30 മിനിറ്റ് മഹാസംഭവമാണെന്ന് പറയുന്ന ആളുകളുണ്ട്. അതിലേക്ക് എത്താനുള്ള ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക്, ഇതൊരു സീരിയൽ അനുഭവമായിരുന്നൊക്കെ പറയുന്ന കുറെ പേരുണ്ട്. ഒരുപാട് സമ്മിശ്ര പ്രതികരണം ഈ സിനിമയ്ക്ക് വന്നിട്ടുണ്ട്. അത് നമ്മുടെ കാഴ്ചയുടെ, നമ്മുടെ സിനിമ ആസ്വാദനത്തിൽ വന്ന മാറ്റമാണ്. ദൃശ്യം 1ന്റെയും 2ന്റെയും പോലെ ദൃശ്യം 3 എടുക്കാൻ ഈ ജെയിംസ് കാമറൂൺ വിചാരിച്ചാൽ പോലും പറ്റില്ല എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഈ സിനിമയിൽ ഒരു സംഭവമുണ്ട്. അത് നമ്മളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ജോർജ് കുട്ടിയും അവരുടെ കുടുംബത്തിലെ പ്രശ്നങ്ങളും ജോർജ് കുട്ടിയായിട്ട് അഭിനയിച്ച ലാലേട്ടന്റെ ഗംഭീര പ്രകടനവും ഇമോഷണലി ഈ സിനിമ നമുക്ക് ഭയങ്കര ടച്ചിങ് ആയിരിക്കും. പക്ഷെ അത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റാതെ പോകുന്നത് അത് സ്ലോ ബേസിൽ പറഞ്ഞ കഥാ മേക്കിംഗ് ആണെങ്കിലും നമ്മളൊക്കെ ഒരുപാട് പ്രതീക്ഷിക്കുന്ന ട്വിസ്റ്റുകളും സസ്പെൻസും ഇല്ലാത്തത് കൊണ്ടും നമ്മളുടെ ആസ്വാദന ശൈലിയിൽ വന്ന മാറ്റവുമാണ്. അല്ലാണ്ട് ഇതൊരു മോശം സിനിമയല്ല. ദൃശ്യം 3 ഇങ്ങനെയൊക്കെ തന്നെ എടുക്കാൻ പറ്റത്തുള്ളൂ. സോ ഗോ ആൻഡ് വാച്ച്. ജോർജ് കുട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥയും ആ ഇമോഷണൽ രംഗങ്ങളും ഒക്കെ സ്ക്രീനിൽ നമ്മുടെ ലാലേട്ടൻ തകർത്താടിയിട്ടുണ്ട്. അത് ഉറപ്പായിട്ടും ഓരോ മലയാളി പ്രേക്ഷകനും കാണേണ്ടത് തന്നെയാണ്. ജോർജ് കുട്ടിയായിട്ട് നമ്മുടെ ലാലേട്ടനല്ലാതെ ഈ ലോകത്ത് വേറെ ഒരാൾക്കും ആ ക്യാരക്ടർ ഇത്ര മികച്ച രീതിയിൽ ചെയ്യാനായിട്ട് പറ്റത്തില്ല.